നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികള് വീട് നിർമ്മാണത്തില് പൊതുവേ വരുത്തുന്ന നമ്മുടെ ഒരു അനുഭവത്തില് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു 5 അബദ്ധങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെല്ലാം പൊതുവേ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. പ്രത്യേകിച്ച് പണത്തിന്റെ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ കോൺട്രാക്ടറുമായിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്തുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ പ്ലോട്ടിൽ വരുന്ന മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ വഴിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, നിങ്ങളൊരു വീട് വെക്കാൻ പോകുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഒരു പ്ലാൻ ആണ്. നമ്മൾ അതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയും. നമ്മളൊരു നിർമ്മാണത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടാവും. പലർക്കും മറ്റു വീടുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ മറ്റുള്ളിടത്ത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പലയിടത്തു നിന്നോ കണ്ടിട്ടുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ പ്ലാനോ ഒക്കെ വെച്ചായിരിക്കും നമ്മുടെ മനസ്സിൽ ഒരു വീടിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവുക. പക്ഷെ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മറ്റു പല കാര്യങ്ങളനുസരിച്ചാണ്. പ്രധാനപ്പെട്ട നമ്മുടെ പ്ലോട്ടിന്റെ അളവ്, നമ്മുടെ റോഡ് എവിടെയാണ് വരുന്നത്, ഇപ്പം പ്രത്യേകിച്ച് വാസ്തു നോക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിന്റെ സ്ഥാനം, പ്രത്യേകിച്ച് ഡയറക്ഷൻ, ഇപ്പൊ തെക്കോട്ടാണോ വടക്കോട്ടാണോ, ഏത് ഡയറക്ഷനിലേക്കാണ് വീട് വരേണ്ടത്, ആ രീതിയിലൊക്കെ നമുക്ക് ആ പ്ലാൻ ചിലപ്പം പലയിടത്തും ആപ്റ്റ് ആണോ, നമ്മൾ കണ്ടിട്ടുള്ള പ്ലാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട് വെച്ചതോ ഒരുപക്ഷെ നമ്മുടെ പ്ലോട്ടിൽ അത് കറക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു എഞ്ചിനീയറെയോ ആർക്കിടെക്റ്റെയോ കാണുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിലുള്ള പ്ലാന് ചിലപ്പം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ വന്ന് പ്ലോട്ട് കണ്ടിട്ട് ആ പ്ലോട്ടിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും, ഏത് ഏത് രീതിയിൽ അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ സംസാരിക്കുമ്പോഴായിരിക്കും അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പലരും ഇതിന്റെ അഭാവം മൂലം ചെറിയ രീതിയിലൊക്കെ എങ്ങനെയെങ്കിലും അതിന്റെ ഒരു പെർമിറ്റ് എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് വീട് പണി തുടങ്ങുകയാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ 3 ബെഡ്റൂം ആയിരിക്കാം, അല്ലെങ്കിൽ 4 ബെഡ്റൂം ആയിരിക്കാം, അല്ലെങ്കിൽ 2 ബെഡ്റൂം, എന്തൊക്കെയാണെങ്കിലും നമുക്ക് ചെയ്തു തുടങ്ങുമ്പോഴായിരിക്കും ഇതിനകത്ത് പ്ലാനിങ്ങിലുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നത്, പ്ലാനിങ്ങിലെ ചില മിസ്റ്റേക്കുകൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ബെഡ്റൂമിന്റെ വാതിൽ ഇവിടെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ബെഡ്റൂമിൽ ആള് കിടക്കുന്നതായിട്ട് നമുക്ക് ആ ഡോറ് തുറന്നിട്ടാൽ തന്നെ അത് കാണാൻ പറ്റും, അല്ലെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ പ്രൈവസിയുടേതായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ഇനി അതല്ലെങ്കിൽ വെന്റിലേഷന്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ എയർ കയറാൻ, കാറ്റ്, നല്ല വെട്ടം വെളിച്ചം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കബോർഡ് വെക്കാനുള്ള സ്ഥാനം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കബോർഡിന്റെ സ്ഥാനം ഉണ്ടാവില്ല. ഇനി ടോയ്ലറ്റ് എടുത്താൽ തന്നെ വാഷ് ഏരിയ വെറ്റ് ഏരിയ ഒന്നും തിരിക്കാതെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെ അഭാവം മൂലമാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് അതിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടോ, ഇപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റ് ആയാലും 1500 സ്ക്വയർ ഫീറ്റ് ആയാലും 3000 ആണെങ്കിലും എത്രയാണെങ്കിലും നമ്മുടെ പ്ലാൻ അതിനനുസരിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ്. പലർക്കും പണത്തിന്റെ ഒരു പ്രശ്നം, ഏത് ഏത് രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിലും ആർക്കാണെങ്കിലും പണത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. നമ്മളൊരു പക്ഷേ ലോൺ എടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പണം സ്വരൂപിച്ചായിരിക്കും നമ്മൾ വീട് നിർമ്മാണത്തിലേക്ക് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പം 15 ലക്ഷമാണോ 20 ലക്ഷമാണോ എത്രയാണോ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചായിരിക്കണം, ആ ബഡ്ജറ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ അതിന്റെ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം ഡിസൈനിങ്ങിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഡിസൈനിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ബഡ്ജറ്റ് ഇപ്പം വരയ്ക്കുന്ന ആളോട് അല്ലെങ്കിൽ ആ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ടിനോടോ എഞ്ചിനീയറോടോ നമുക്ക് പറയാൻ സാധിക്കണം, നമ്മുടെ ബഡ്ജറ്റ് ഇതാണ്, അതിനനുസരിച്ചുള്ള ഒരു ഡിസൈനാണ് വേണ്ടതെന്നുള്ളത്. പലരും നമ്മളൊരു സ്ക്വയർ ഫീറ്റ് കണക്കാക്കി, ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 1000, ഇനി സ്ക്വയർ ഫീറ്റിന് 2000 2200 രൂപ വെച്ചിട്ട് കൂട്ടിയിട്ട് 20 ലക്ഷം രൂപ ആകും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ അതിൽ കവിഞ്ഞ് നമുക്ക് പല രീതിയിലുള്ള ചെലവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് മുൻപേ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അറിവില്ലായ്മ മൂലമൊക്കെ പലപ്പോഴും നമ്മൾ വീട് പണി പകുതി വഴിക്കാകുമ്പോഴായിരിക്കും നമ്മുടെ ഈ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ബഡ്ജറ്റിനെ പറ്റി ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ എത്ര വരും, ഇനി ഇതൊരു ചെയ്യുന്നത് ഒരു 8 മാസമോ അല്ല 10 മാസം കൊണ്ടാണ് വീട് പണി തീർക്കുന്നതെങ്കിൽ അതിനിപ്പുറം നമുക്ക് എത്ര രൂപ നമുക്ക് സ്വരുക്കൂട്ടി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ വീട് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ബഡ്ജറ്റിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ ഉള്ള നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പലരും പാതി വഴിയായിട്ട് പണി നിർത്തി പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ ബഡ്ജറ്റിലുള്ള കാൽക്കുലേഷനിലെ പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വീട് പണി പകുതിയാക്കി ഇടുക എന്നൊക്കെ പറഞ്ഞത് വളരെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പലയിടത്തും കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കത് ഇനി പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അത് പായൽ പിടിച്ച് വീടൊക്കെ വൃത്തികേടാകും. അപ്പോൾ ഇത്രയും മുടക്കിയ പൈസ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് കിടന്നിട്ട് ഇങ്ങനെ വീട് നശിച്ചു പോകുന്ന പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്ലാനിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ ബഡ്ജറ്റിൽ വരുന്ന കാൽക്കുലേഷൻ മിസ്റ്റേക്കുമാണ്
അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ വരുത്തുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യമാണ് നമ്മുടെ എക്സ്ട്രാ ചെലവുകൾ. നമ്മൾ ആദ്യം സംസാരിച്ചതിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു സ്ക്വയർ ഫീറ്റ് കണക്കാക്കി നമ്മൾ അതിനൊരു ബഡ്ജറ്റാണ് പലരും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1000 സ്ക്വയർ ഫീറ്റോ അല്ലെ 1500 സ്ക്വയർ ഫീറ്റോ ഉള്ള ഒരു വീടാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് ഇൻറ്റു അതിന് ഇത്ര രൂപ റേറ്റ് ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു റേറ്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അത് കൂടാതെ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെയുള്ള എക്സ്പെൻസുകളും വരാം. പ്രധാനമായിട്ട് നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂട്ടുന്നതിനകത്ത് ഇന്റീരിയർ വർക്കുകൾ ഒരുപക്ഷെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനിയും ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ, പുറത്ത് വരുന്ന കോമ്പൗണ്ട് വാൾ, ഗേറ്റ് അല്ലെങ്കിൽ കിണർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മിറ്റം റെഡിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ബഡ്ജറ്റിനകത്ത് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഫർണിച്ചറുകൾ, നമ്മളിപ്പോൾ ഒരു വീട് പണി കഴിയുമ്പോൾ ഒരുപക്ഷെ പുതിയ രീതിയിലുള്ള ഫർണിച്ചറുകളൊക്കെ വാങ്ങണമെങ്കിൽ അതൊന്നും ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പ്ലോട്ട് താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് മണ്ണ് എക്സ്ട്രാ ആയിട്ട് ഇറക്കേണ്ടതായിട്ട് വരും, ഇപ്പോൾ ലെവൽ ചെയ്തെടുക്കാനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമുക്ക് മുന്നേ മനസ്സിലാക്കാതെ ആയിരിക്കും നമ്മൾ ഈ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ പകുതി ആകുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ വരുന്നതും നമ്മൾ ഇതിനൊക്കെയുള്ള എക്സ്പെൻസ് നമ്മൾ പിന്നീട് കാണേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ നമുക്ക് ആ വീട് പണി പകുതി വഴിക്ക് നിർത്തിയിട്ട് ഇതിലേക്ക് അപ്പോഴായിരിക്കും നമ്മുടെ ശ്രദ്ധ വരുന്നത്. അതിന് പ്ലാസ്റ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുമ്പോഴായിരിക്കും ഈ ഒരു കാര്യങ്ങളും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി പിന്നെ കടമെടുക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പോൾ നമ്മളൊരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് അനാവശ്യമായിട്ടായിരിക്കത്തില്ല, പക്ഷെ നമ്മുടെ ആവശ്യം തന്നെ ആയിരിക്കും, പക്ഷെ അത് എക്സ്ട്രാ ചെലവുകളാണ് അല്ലെങ്കിൽ ആ ചെലവുകൾ വേണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇനി ഇന്റീരിയർ, ഉദാഹരണമായിട്ട് ഇപ്പൊ ഇന്റീരിയർ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ഇപ്പം ബെഡ്റൂമിൽ കബോർഡുകൾ ചെയ്യാം, കിച്ചണിൽ കബോർഡുകൾ എന്തായാലും ചെയ്യണം, പിന്നെ വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ അതിൽ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ അത്, ഇനിയും TV യൂണിറ്റോ പാർട്ടീഷൻ വോളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇനി സീലിംഗ് വർക്കുകൾ, ജിപ്സം സീലിംഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണോ വേണ്ടയോ. അപ്പൊ അതൊക്കെ നമുക്ക് മുന്നേ മനസ്സിലാക്കിയിട്ട് നമുക്കത് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി അത്യാവശ്യ ഘടകങ്ങളൊക്കെ ഇപ്പൊ കിച്ചണിലെ കബോർഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും വരും. എന്നാൽ ആവശ്യമല്ല എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ടും പറ്റും. അതിൽ തന്നെ നമുക്ക് ചിലവ് കുറഞ്ഞ മെറ്റീരിയൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കബോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള മെറ്റീരിയലുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഫെറോ സിമെന്റ് വെച്ച് ചെയ്യാം, ഇനി മൾട്ടിവുഡ്, മെറൈൻ പ്ലൈ അല്ലെങ്കിൽ WPC അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റുകൾ, PVC ബോർഡുകൾ, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ നമ്മൾ കബോർഡ് വർക്കുകൾക്കായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഞാനൊരു കബോർഡിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇപ്പം ലാൻഡ്സ്കേപ്പിങ്ങോ കോമ്പൗണ്ട് വാളോ ഒക്കെ ആണെങ്കിൽ അത് വേറെ. അപ്പൊ അതൊക്കെ നമുക്ക് പ്ലോട്ടിന്റെ അളവനുസരിച്ചും, ഇപ്പൊ 5 സെന്റ് ചെയ്യുന്ന കോമ്പൗണ്ട് വാളിന്റെ കോസ്റ്റ് ആയിരിക്കത്തില്ല 10-15 സെന്റ് ഉള്ള ഒരു സ്ഥലത്ത് മതിൽ കിട്ടുന്നത്. ഇനി റോഡുമായിട്ട് താഴ്ന്നു കിടക്കുന്നതോ സ്ലോപ്പായിട്ടുള്ള സ്ഥലത്തോ കിട്ടുന്ന കോമ്പൗണ്ട് വാളിന്റെ കോസ്റ്റ് ആയിരിക്കത്തില്ല ചെറിയ പ്ലോട്ടിൽ നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ബഡ്ജറ്റിൽ വ്യത്യാസം വരുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും നാലാമതായിട്ടുള്ളൊരു കാര്യമാണ് മെറ്റീരിയൽ സെലക്ഷൻ. നമുക്ക് ഈ മെറ്റീരിയലുകൾ ഇപ്പം നമ്മൾ നേരിട്ട് വർക്ക് ചെയ്യാറുണ്ട്, ഇനിയും കോൺട്രാക്ടർ കൊടുത്ത് വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തൊക്കെ മെറ്റീരിയലിന്റെ സെലക്ഷൻ അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ കോസ്റ്റ് കൂടുന്നത്. ബ്രിക്ക് എടുത്താൽ തന്നെ നമുക്ക് റെഡ് ബ്രിക്ക്, ഇഷ്ടിക എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ച് ചെയ്യാം. ഇനി സിമെന്റ് കല്ലുകളുണ്ട്, സിമെന്റ് കട്ട വെച്ച് ചെയ്യാം. ഇനിയും ലാറ്ററൈറ്റ് സ്റ്റോൺ ഉണ്ട്, ചെങ്കല്ല് വെച്ച് ചെയ്യാം. ഇനി മഡ് ബ്രിക്ക് പോലെയുള്ള പുതിയ രീതിയിലുള്ള മെറ്റീരിയലുകളുണ്ട്. അപ്പൊ ഏതാണ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത്, നമ്മുടെ കോസ്റ്റ് നമുക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ചൊരു പ്ലാനിങ് വേണം. ഇനി ഡോർസ്, വിൻഡോസ് എടുത്താൽ തന്നെ നമുക്ക് വുഡ് ഉപയോഗിക്കാം. വുഡാണ് ഏറ്റവും കോസ്റ്റ് കൂടിയതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ തേക്ക് വുഡൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കോസ്റ്റ് കൂടും. ഇനി അതല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കാം, ഇനി WPC ഉപയോഗിക്കാം, ഇനി അലൂമിനിയം ഡോറുകളോ UPVC ഡോറുകളോ ഉപയോഗിക്കാം, വിൻഡോസ് ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ വരുമ്പം അതിൻ്റെതായ കോസ്റ്റിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകൾ വരും. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ വെച്ചാണ് നമുക്കൊരു കൊട്ടേഷൻ തരേണ്ടത്, ഇപ്പൊ കോൺട്രാക്ടർ തരേണ്ടത്. ഇനി അതല്ല നമ്മൾ നേരിട്ട് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഇത് വെച്ച് വരുന്ന മെറ്റീരിയലിന്റെ സെലക്ഷൻ അനുസരിച്ച് നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് പല രീതിയിൽ വ്യത്യാസപ്പെടും. ഇനി സാനിറ്ററി ഐറ്റംസ്, ഇപ്പം ക്ലോസറ്റ്, വാഷ് ബേസിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 3500-4000 രൂപ വിലയുള്ള ക്ലോസറ്റ് തൊട്ട് 10,000, 20,000 അതിന് മുകളിലോട്ടുള്ള ക്ലോസറ്റ്, വാഷ് ബേസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഇന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, ഈ ബ്രാൻഡിന്റെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള മെറ്റീരിയൽ സെലക്ഷൻ നമുക്ക് ആദ്യം തന്നെ ചെയ്തു വെക്കാം. നമുക്കതൊരു ഷീറ്റിൽ അല്ലെ ഒരു പേപ്പറിൽ നമുക്ക് എഴുതി ആദ്യം തന്നെ തയ്യാറാക്കാം. നമ്മളൊരു പ്ലാൻ വരച്ചു കഴിയുമ്പോൾ തന്നെ ആ പ്ലാനിനനുസരിച്ച് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു വാൾ തിക്നെസ് തന്നെ, നമ്മളിപ്പോൾ ഒരു ഭിത്തിയുടെ കനം തന്നെ നമുക്കൊരു സിമെന്റ് ബ്രിക്കോ മഡ് ബ്രിക്കോ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 20 സെന്റിമീറ്റർ വോളാണ് വരുന്നത്. ഇപ്പോൾ ഇഷ്ടിക ഉപയോഗിക്കുകയാണെങ്കിൽ 23-24 സെന്റിമീറ്റർ അതിന്റെ വോൾ തിക്നെസ് വരും. അപ്പോൾ അതിനനുസരിച്ച് റൂമിന്റെ സൈസിലും ഒക്കെ വ്യത്യാസം വരും. നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ 23 സെന്റിമീറ്ററിൽ വോൾ തിക്നെസ് കാണിക്കും, അല്ലെങ്കിൽ 20 സെന്റിമീറ്ററിൽ വോൾ തിക്നെസ്സിൽ വരയ്ക്കും. നമ്മളത് ചെയ്ത് വരുമ്പം റൂമിനുള്ളിലെ സൈസ് ഇപ്പൊ 23 ആണെങ്കിൽ
അതിന്റെ തേപ്പ് കനവും കൂടെ വരുമ്പോൾ, പ്ലാസ്റ്ററിങ്ങിന്റെ കനവും കൂടെ വരുമ്പോൾ അതനുസരിച്ച് റൂമിനുള്ളിലെ സൈസൊക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു പ്ലാനിങ്ങിൽ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതിനനുസരിച്ചായിരിക്കണം നമുക്ക് പ്ലാനിൽ മാറ്റങ്ങൾ വരുത്താൻ. ഇപ്പോൾ നമ്മൾ 20 സെന്റിമീറ്റർ ബ്രിക്കിൽ പ്ലാനിൽ വരച്ചിട്ട്, വിട്ടിൽ വരച്ചിട്ട്, പിന്നെ നമ്മൾ ഈ 23 സെന്റിമീറ്ററിന്റെ റെഡ് ബ്രിക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് രണ്ട് സൈഡിൽ നിന്ന് 3 സെന്റിമീറ്റർ വരുമ്പോൾ ഒരു 6 സെന്റിമീറ്റർ, പിന്നെ പ്ലാസ്റ്ററിങ്ങിന്റെ കനവും കൂടെ വരുമ്പോൾ റൂമിന്റെ സൈസ് കുറയും. അപ്പൊ അതൊക്കെ നമുക്ക് ഈ പ്ലാനിങ്ങും മെറ്റീരിയലുമായിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് മെറ്റീരിയലാണ് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യേണ്ടത്. ഇനി വിൻഡോസ് ആണെങ്കിൽ നമ്മൾ 3Dയിലൊക്കെ ഒരുപാട് വലിയ വിൻഡോസും പല ഡിസൈനും ഒക്കെ കാണാറുണ്ട്. ഇപ്പോഴത്തെ പല പുതിയ ട്രെൻഡ് അനുസരിച്ച് വലിയ വിൻഡോസുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്കത് വുഡിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് കൂടുന്ന കാര്യങ്ങളാണ്. ഇനി UPVC-യോ അല്ലെങ്കിൽ സ്റ്റീലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വുഡിനെ അപേക്ഷിച്ച് കോസ്റ്റ് കുറവാണ്. അപ്പൊ അതാണ് നമ്മളൊരു മെറ്റീരിയൽ സെലക്ഷൻ എന്ത് വേണമെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് നമുക്ക് ഈ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക്. ഇനി അഞ്ചാമതായിട്ട് അവസാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ വീട് പണി എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ആണ്. നമ്മൾ നേരിട്ട് സാധനങ്ങൾ ഇറക്കി കൊടുത്ത് ചെയ്യണോ, ഇനി അതല്ല നമ്മളിത് മൊത്തത്തിൽ ഫുള്ളായിട്ട് കോൺട്രാക്ട് കൊടുക്കണോ, ഇനി ഒരുപക്ഷെ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ തന്നെ അതിന്റെ വർക്കും കൂടെ എടുത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ഡിസൈൻ ഉൾപ്പെടെ അതിന്റെ കൺസ്ട്രക്ഷനും കൂടെ ചെയ്യുന്നവരുണ്ട്. ഇനിയും നമുക്ക് സാധനം എടുത്ത് കൊടുത്തിട്ട് തന്നെ നമുക്ക് ലേബർ കോൺട്രാക്ട് ആയിട്ട് കൊടുക്കാം. നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് അതിന്റെ പ്ലാസ്റ്ററിങ് വരെയുള്ള പണികൾ ലേബർ കോൺട്രാക്ട് ചെയ്യും. പിന്നീട് നമുക്ക് ടൈലിങ്, പെയിന്റിങ്, പ്ലംബിങ്, ഇലക്ട്രിക്കൽ ഒക്കെ നമുക്ക് വേറെ ലേബറിലാണ് ചെയ്യുന്നത്, നമ്മൾ മെറ്റീരിയൽസ് എടുത്ത് കൊടുത്ത്. ഇനി നമ്മൾ നേരിട്ട് തച്ച് കൊടുത്തിട്ട് ലേബറായിട്ട് ഡെയിലി വേജസിൽ പണി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഷട്ടറിങ് മെറ്റീരിയലും അതിനുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ റെന്റിന് എടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ അറേഞ്ച് ചെയ്യുകയൊക്കെ വേണം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെപ്പറ്റി മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഏത് രീതിയിലുള്ള വർക്കുകൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളു. അപ്പോൾ അതിന്റെ ഒരു ഫുൾ വീഡിയോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അതിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അതിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആ വീട് പണി എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ നമുക്ക് ആ ഒരു പ്ലാനിങ്ങിൽ തന്നെ വേണം. നമ്മളത് കോൺട്രാക്ട് കൊടുത്ത്, ഇപ്പൊ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് നിന്ന് ചെയ്യിക്കാൻ സൗകര്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് നമ്മളായിട്ട് നേരിട്ട് ലേബർ ചെയ്യിക്കാം. ഇനി അതല്ല, സ്ഥലത്തില്ലാത്ത ആൾക്കാരോ നമ്മൾ നോക്കാൻ സൗകര്യമില്ലെങ്കിലോ ഒക്കെ നമുക്ക് ഫുൾ കോൺട്രാക്ടറായിട്ട് ഫുൾ കൊടുക്കാം. അപ്പൊ നമുക്കത് അവർ ചെയ്യുന്ന നല്ല ആൾക്കാരെ കൊണ്ട്, നല്ല കോൺട്രാക്ടേഴ്സിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മളൊരു വീട് പണിയാൻ പോകുമ്പോൾ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പലപ്പോഴും വരുന്ന പ്രശ്നങ്ങളാണ് ഈ 5 പോയിന്റുകൾ, പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അതുമൂലം നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഒന്ന്, നമുക്ക് നമ്മുടെ കോസ്റ്റ് അധികമായിട്ട് കൂടും. ഒരു 10% വരെയൊക്കെ നമുക്ക് ഈ മിസ്റ്റേക്കുകളൊക്കെ വരുത്തുന്നത് പോലെ നമുക്ക് ബഡ്ജറ്റിൽ കോസ്റ്റ് കൂടും. രണ്ടാമതായിട്ടുള്ള നമ്മുടെ ക്വാളിറ്റിയിൽ വരുന്ന പ്രശ്നം, നമ്മുടെ വീടിന്റെ ക്വാളിറ്റി. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഒരു വീടാണ്, നമുക്ക് രണ്ടാമത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ ക്വാളിറ്റിയിൽ വരുത്തുന്ന ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം, ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ വരുത്തുന്നത് മൂലം. പിന്നെ വരുന്നതാണ് ഡിലേ. നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞ് പണികൾ അങ്ങനെ നീണ്ടുപോകും. നമ്മുടെ ബഡ്ജറ്റിന്റെ പ്രശ്നം പറഞ്ഞപ്പോൾ അതനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ കാത്തു നിൽക്കണം. ചിലപ്പോൾ 2-3 വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും വീട് പണി തീർക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതിനെയൊക്കെ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ ആ വീട് പണി തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. അപ്പൊ നമ്മൾ പൊതുവേ മനസ്സിലാക്കിയിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്, ഒരു 5 പോയിന്റാണ് നമ്മളിന്ന് സംസാരിച്ചത്. നിങ്ങൾ ഇപ്പോൾ വീട് വെക്കാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ വീട് പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നവർക്കോ ഒക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.